ഹായ് ഹലോ എവ്രി വൺ. ഇത് നമ്മളൊരു ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു മലമുകളിലേക്ക് വന്നതാണ്. ഇതൊരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് വൈൽഡ് മൗണ്ടൻ ഗോഡ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം മേഞ്ഞ് കിടക്കുന്ന ഒരു പുള്ളിമാനാണ്. പുള്ളിമാൻ എന്ന് ഞാൻ പറയുന്നുള്ളൂ, ഇവിടെ റെഡ് ഡിയർ എന്നാണ് അതിന് പറയുക. നമ്മുടെ നാട്ടിലത്തെ പുള്ളിമാൻ പോലെയല്ല, അതിൻ്റെ ഒരു 2 ഇരട്ടി സൈസുണ്ട്. നല്ല പൊക്കമുണ്ട്, അതിനേക്കാളും പൊക്കമുണ്ട്, അതിനേക്കാളും വണ്ണമുണ്ട്. പിന്നെ അതിൻ്റെ കൊമ്പുകൾക്കും അതിനേക്കാളും നല്ല നീട്ടവും നല്ല സൈസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വൈൽഡ് മൗണ്ടൻ ഗോട്ട്. ഇതിൻ്റെ അതെ കൊമ്പുകൾ കണ്ടില്ലേ, നല്ല കേർവ്ഡ് ആയിട്ടുള്ള നല്ല ഷാർപ്പാണ്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അധികം അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഇവരെല്ലായിടത്തും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് സൈറ്റിങ്സ് കിട്ടാൻ വേണം. എന്നാൽ അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് മാക്സിമം സൈറ്റിങ്സ് കിട്ടി പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മൾ ഇവർ പറയുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്, ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ദാറ്റ് വി ആർ നോട്ട് സ്കെയറിങ് ദം. ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഇത് മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രതലം എന്ന് പറയുന്ന ഈ ടെറൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു അൺസ്റ്റേബിളാണ്. എന്തുവാ നമ്മുടെ ഒരു സ്വാമ്പ് ഏരിയയിലൊക്കെ, അതായത് ഈ ചതുപ്പ് നിലത്തിലൊക്കെ നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു പ്രതീതിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ചവിട്ടി ഇങ്ങനെ ഉറപ്പിച്ച് വേണം നിൽക്കാൻ. അപ്പോൾ ഇത് ചവിട്ടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഉണങ്ങിയ പുല്ലിൽ ചവിട്ടുമ്പോഴത്തേക്കും സൗണ്ട് കേൾക്കും. അപ്പോൾ ഇവർ ഡിസ്റ്റർബ്ഡ് ആവും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി ഇതാണ് കുഴപ്പം ഇവിടുത്തെ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിലായിട്ടാണ് നിൽക്കുന്നത്, എന്നിട്ടും പുള്ളിക്ക് മനസ്സിലായത്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് സ്റ്റിൽ ദേ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് അസ്. ഞാൻ ഇപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് എടുത്ത് വെച്ചാൽ പുള്ളി പോവും. അതാണ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും തന്നെ സൈറ്റിങ്സ് കിട്ടിയത് തന്നെ ഭാഗ്യം. പുള്ളിക്ക് മനസ്സിലായി നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്ന്, അടുത്തേക്ക് പോവുകയാണെന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഒരുപാട് അടുത്തൊന്നും അല്ല കേട്ടോ. ഞാൻ വീണ്ടും സൂം ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ അത്യാവശ്യം സൂം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.